ഒരുപാട് കാലം ഇങ്ങനെ ഒരു ഗാദറിങ്ങിൽ പറ്റിയിട്ട് ഒരുപാട് വലിയ ഫങ്ഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഇത് വളരെ ഒരു എന്താണ് വളരെ സന്തോഷം ഉണ്ടായിരുന്ന ഒരു ഫങ്ഷൻ. ഒരുപാട് കാര്യങ്ങളുണ്ട് ശോഭന. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഒരുപാട് സിനിമ കഴിഞ്ഞിട്ടുള്ള ശോഭന, എസ്പെഷ്യലി മണിയൻ പിള്ള രാജു അല്ലേ, പിന്നെ മുഖത്ത് ആദ്യമായിട്ട് മേക്കപ്പ് ഇട്ട് ആ ഒരു ഐശ്വര്യം എന്നാണ് ഞാൻ പറയുന്നത്. ചിലപ്പോൾ സത്യമാണ്. അപ്പൊ അതിൻ്റെയൊക്കെ ഭാഗമായി 47 വർഷമായി ഞാൻ ക്യാമറ ഫേസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇപ്പൊ ആദ്യം പറഞ്ഞ തിരുനോട്ടം കഴിഞ്ഞ് വീണ്ടും 2-3 വർഷം കഴിഞ്ഞിട്ടാണ് മഞ്ഞിൽ വീഴുന്ന പൂക്കൾ. അതിലെ പച്ചിക്കയുടെ മോന്റെ കൂടെ എനിക്ക് വീണ്ടും അഭിനയിക്കാൻ സാധിക്കുന്നു. അതൊക്കെ വളരെ ഗുരുത്വവും നിമിത്തമായിട്ട് ഞാൻ കരുതുന്നു. ഇതൊന്നും നമ്മുടെ നിങ്ങളുടെയൊക്കെ കഴിവും നിങ്ങളുടെയൊക്കെ സ്നേഹവും നിങ്ങളുടെയൊക്കെ പ്രവർത്തനം തന്നെയാണ്. എത്രയോ മുഖങ്ങൾ ഈ ആൾക്കാരുടെ അതിനു മുമ്പുള്ള എത്രയോ യൂണിറ്റ് ആൾക്കാരെയൊക്കെ ഞാൻ ഇപ്പോൾ ഓർക്കുന്നു. നമ്മുടെ കൂടെ ജോലി ചെയ്ത എല്ലാവരെയും ഞാൻ ഓർക്കുന്നു. തീർച്ചയായിട്ടും ഇത്രയും കാലം സിനിമയിൽ നിൽക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. അത് കൂടെയുള്ള ആൾക്കാരുടെ ഭാഗ്യവും അവരുടെ പ്രാർത്ഥനയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ മാത്രം ശരിയായപ്പോഴല്ല, നമ്മുടെ കൂടെയുള്ള സുഹൃത്തുക്കളും ശരിയാവുകയാണ്. താങ്ക് യു മൂർത്തി. എനിക്ക് ഇത്തരം ഒരു സിനിമ ചെയ്യാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. നല്ല സിനിമയാണ്, നല്ല സിനിമയായിട്ട് ഇത് മാറും. മൂർത്തി വളരെ പ്രതീക്ഷ തരുന്നൊരു ഡയറക്ടറായിട്ട് മാറട്ടെ. താങ്ക് യു സുനിൽ. ഞങ്ങൾ ഈ സിനിമ ഒരുപാട് മുമ്പേ പ്ലാൻ ചെയ്തൊരു സിനിമയാണ്. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്. രഞ്ജിത്ത്, തീർച്ചയായിട്ടും ഷിപ്പി, നിങ്ങളുടെ ഏറ്റവും വലിയ ഒരു ഹിറ്റ് സിനിമയിൽ എൻ്റെ സിസ്റ്ററായിട്ട് അഭിനയിച്ചാണ്. ആ സിനിമ ഇപ്പോഴും എല്ലാവരും നെഞ്ചോട് ചേർക്കുന്നു. അതുപോലെ കൃഷ്ണപ്രഭ, എല്ലാവരെയും, നമ്മുടെ കവിത എഴുതുന്ന ആളക്കാല് സുഖം ഷാജി, എല്ലാവരും ഓർക്കുന്നു. ആന്റണി, അതുപോലെ ബാഗു ജോസ്, എല്ലാവരെയും ഞാൻ ഓരോരുത്തരായിട്ട് പറയുന്നില്ല. ഈ യൂണിറ്റുമായിട്ടൊക്കെ എത്രയോ വർഷത്തെ ബന്ധമുണ്ട്. എന്തായാലും വളരെ സന്തോഷം. എല്ലാവർക്കും നല്ലൊരു സന്തോഷകരമായ രാത്രി. താങ്ക് യു സോ മച്ച്.